ഫ്രണ്ട്സ്, ഞാനിവിടെ എന്താ ചെയ്യാൻ പോണെന്ന് അറിയാം. ഇത് കളറാണ്, അതായത് നമ്മൾ ഫാബ്രിക് പെയിൻ്റാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ വാങ്ങി വെച്ചതാണ്. ഞാൻ മുമ്പ് പ്രൈമർ ഉപയോഗിച്ചിട്ടാണ് ഈ കളർ ചെയ്തോണ്ടിരുന്നത് അല്ല. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ഇവിടെ പ്രതിമകളില്ലേ, ഈ കുട്ടനെ എന്നിട്ട് പെയിൻ്റ് അടിക്കാൻ പോവുക. എന്നിട്ട് ഗ്ലാമർ കുറയും. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് മിനുസപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. കണ്ട, ഇത് എൻ്റെ കയ്യിൽ വന്നിട്ട് എന്നെ ഏകദേശം ഒരു 5 വർഷത്തോളമായി. അപ്പം പെയിൻറ്റിങ് ചെയ്യുകയാണ്. ഞാനിതിലിപ്പം വേറെ പ്രൈമറൊന്നും ഉപയോഗിക്കുന്നില്ല, ഡയറക്റ്റായിട്ട് അടിക്കുക. പ്രൈമറൊക്കെ ഉപയോഗിച്ചാൽ ഉണങ്ങാൻ ഒരുപാട് നേരം വേണം, വെയിലത്തൊക്കെ വെച്ച് ഉണക്കേണ്ടി. ഓക്കെ, ഞാൻ അടിക്കുകയാണ്. സുന്ദരക്കുട്ടപ്പനാകാമെന്ന് വിചാരിച്ചു. ബാക്ക് പൊസിഷൻ ആദ്യം നമ്മൾ അടിച്ചെടുക്കുകയാണ്. ഞാൻ എൻ്റെ പ്രതിമകളുടെ ദേവിയുടെ പ്രതിമയുണ്ട്, അതെല്ലാം ഞാനിങ്ങനെ പെയിൻറ്റ് വാങ്ങി യൂസ് ചെയ്യും. അല്ലാതെ കളർ പോയി എന്ന് പറഞ്ഞ് എടുത്ത് കളയത്തില്ല. ഓക്കെ, ഇത് കളിമണ്ണിലുണ്ടാക്കിയതാണ് കേട്ടോ. ഇത് ഞാൻ എവിടെ നിന്ന് വാങ്ങിച്ചത്? എടപ്പള്ളിയിൽ നിന്ന് വാങ്ങിയതാണ്. എനിക്കിതെൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ വളരെ ഹാപ്പിനെസ് ഉണ്ടായിരുന്നു ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഗണേശൻ ഇഷ്ടപ്പെടാത്തവരായിരുന്നു. അപ്പോൾ എനിക്ക് വിചാരിച്ചു എനിക്ക് മാത്രമേ ഇതേപോലത്തെ പോകുമ്പോൾ കിട്ടിയതാണ്. നോക്കിയപ്പോൾ ബാലരാമപുരം, ട്രിവാൻഡ്രം ബാലരാമപുരത്ത് പോയപ്പോഴും അവിടെ ഇതിരിക്കുന്നത്, ഇതിൽ ബ്ലാക്ക് ഇരിക്കുന്നുണ്ട്. ബ്ലാക്കിനോട് എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. ഈ ചോപ്പ് കളർ ഇഷ്ടമുണ്ട് എനിക്ക്. അത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഗണേശൻ്റെ മന്ത്രമാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ബാക്ക് അത്രയും ഫിനിഷിങ് ആയിരുന്നു. അപ്പം ഇനി നമ്മൾ ഫ്രണ്ടാണ് ചെയ്യാനുള്ളത്. അപ്പം ഇനി നമുക്ക് ഈ പെയിൻ്റ് അടിച്ച വശത്ത് പിടിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ മേശപ്പുറത്ത് വെക്കുകയാണ്. മേശപ്പുറത്ത് വെച്ചിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഹൈറ്റ് ചെയ്യും, ക്യാമറ ഹൈറ്റ് ചെയ്യും. ഡൗൺ, ഫ്രണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ വീഡിയോ ഒന്ന് പിടിച്ചിട്ട് നമുക്കിടാം. എന്താ ഇൻസ്റ്റഗ്രാമിലെ മെസ്സേജ്, ഒരു നിവർത്തിയില്ല. അപ്പം നമ്മൾ ബാലൻസ് കൂടെ ക്യാമറ ഓൺ ചെയ്ത് നേരത്തെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ നമുക്ക് ചില സമയങ്ങളിൽ അത് ഉപദ്രവകരമായിട്ട് തോന്നാറുണ്ട്, എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കുമ്പോൾ. അപ്പം ഞാനിത് എൻ്റെ ഫ്രണ്ട് പൊസിഷൻ, അയ്യോ കയ്യിലായി കേട്ടോ ഗൈസ്. ഇതെന്താ മെസ്സേജ്? ഞാനിപ്പം നെറ്റ് ഓൺ ചെയ്തതേ ഉള്ളൂ. അപ്പം ഞാനിത് അടിക്കുകയാണ്. കണ്ണ് മൂക്കും എല്ലാം ഫിനിഷ് ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കരിയൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പുള്ളിക്ക്. ഞാൻ എൻ്റെ കയ്യിൽ പ്രതിമയിട്ട കരിയും പൊട്ടും കണ്ണൊക്കെ വരച്ചിരിക്കും കേട്ടോ ഗൈസ്. കേട്ടാ ഇപ്പോൾ കണ്ണ് മൂക്കൊന്നും ഇല്ലാതെ ഞാനിപ്പോൾ ഫിനിഷ് ചെയ്യുകയാണ്. എനിക്ക് ഈ പെയിൻറ്റിങ്ങിനോട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു രക്ഷയിലൊക്കെ എന്താണ് മെസ്സേജ്, ചുമ്മാ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാനിത് എൻ്റെ ഗണേശ കുട്ടനെ ഫിനിഷ് വർക്ക് ചെയ്യുകയാണ്. ഈ പെയിൻറ്റ് കട്ടി പിടിച്ച് കേട്ടോ. അപ്പോൾ ഇത് ഫിനിഷ് ചെയ്യുന്നത് തന്നെ നല്ലത്. ഇതിനി വെച്ചും കൊണ്ടിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് വേറെ ഉപയോഗിക്കാം, വേറെ വാങ്ങിക്കാം. ഇതിനി ഉണങ്ങിയിട്ട് വേണം നമുക്കിതിന് കരിയും പൊട്ടുമൊക്കെ വരച്ചു കൊടുക്കാൻ. ഞാനിതിന് കണ്ണൊക്കെ വരച്ചു കൊടുക്കും, പൊട്ടിട്ട് കൊടുക്കും ഒക്കെ ചെയ്യും.
ശില്പങ്ങൾ ഉണ്ടാക്കുന്നതോടെ എനിക്ക് അത്ര കഴിവില്ല. പക്ഷെ പെയിൻറ്റിങ് ഭയങ്കര ഇഷ്ടമാണ്. പെയിൻറ്റിങ് ഇങ്ങനെ പൊമ്മയിൽ പെയിൻ്റ് അടിക്കുക, അത്ര വലിയ കലാസൃഷ്ടികളൊന്നുമില്ല. ഇങ്ങനെ പെയിൻറ്റിങ് ചെയ്യാൻ ഇഷ്ടമാണ്. രൂപങ്ങളിൽ പെയിൻറ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പിന്നെ ഒരു തുണി കിട്ടിയാൽ അതിനെ ഡിസൈൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിനി എപ്പോഴാണോ ഉണങ്ങി കിട്ടുക ഗണേശക്കുട്ടന് കരിയും പൊട്ടുക വരച്ചു കൊടുക്കാനേ. എന്തുകൊണ്ടാണെന്നറിയാം എനിക്ക് അങ്ങനെ ഇഷ്ടം പെയിൻറ്റ് ചെയ്യാൻ. ഞാൻ കുറച്ച് ബ്യൂട്ടീഷ്യൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അതിനോട് ഇൻട്രസ്റ്റ് തോന്നുന്നത്. എല്ലായിടും ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇതൊന്ന് ഉണങ്ങി കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഓക്കെ, ഒന്ന് വേഗം ഉണങ്ങി തന്നെ. കുളിക്കുകയാണ് ഗണേശനെ ഞാൻ നോക്കിയപ്പോഴേ നിറം അങ്ങ് ഡള്ളായിരിക്കുന്നു. അപ്പോൾ എനിക്കത് അങ്ങോട്ട്. ഇനി ദേവിക്കുട്ടിക്കും അങ്ങനെ തന്നെ. ദേവിക്കുട്ടിയുടെ പെയിൻറ്റിൽ ഇവിടെ പൊടിയാണ് ഇരിക്കുന്നത്. പൊടി നമുക്ക് ശരിയാവില്ല. അതൊരുമാതിരി ലിക്വിഡ് തന്നെ വാങ്ങിച്ച് ചെയ്താലേ ശരിയാവുള്ളൂ. അപ്പോൾ നമ്മളെ ഗ്യാപ്പിലൊക്കെ കറക്റ്റ് പെയിൻറ്റ് കയ്യിലാവും. ഗ്യാപ്പിലൊക്കെ കറക്റ്റ് ചെയ്ത് ഫിനിഷ് ചെയ്യും. അപ്പോൾ ഇനി ദേവിക്കുട്ടിയുടെ കളർ പെയിൻറ്റിങ് വേറൊരു ഡ്രസ്സും കാണിക്കുന്നതാണ്. ഇപ്പോൾ ഇത് വർക്ക്. അയ്യോ തുമ്മുകയാണ്. ഇല്ല തുമ്മിയില്ല. ഇങ്ങനെ വന്നു തുമ്മിയില്ല, പോയി. ഇവിടെ കൂടി ഇങ്ങനെ ഒരു തുമ്മൽ വന്നതാണ്, പോയി. മിനിസപ്പെടുത്തി കുട്ടിക്കണമതി. ഈ കിരീടത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. സുന്ദരനായില്ലേ? ഒന്ന് കാണിക്കും. കണ്ട ചുമന്ന നിറമായി കേട്ടാ. എൻ്റെ വർക്കാണ്. എവിടെയെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ആർട്ട് 2. ഇനി ഫാനിട്ട് ഇനി ഉണക്കണം കേട്ടോ ഗീസ്. ഫാനിട്ട് ഉണക്കിയാൽ ശരിയാവും. എൻ്റെ കുട്ടിക്കണമതി എങ്ങനെയുണ്ട്? സുന്ദരനല്ലേ? ഇനി ഇവിടെ കൺമഷി വരച്ച് കൊടുക്കണം. ഈ തുമ്പിക്കൈയിൽ ഇനി എന്തെങ്കിലും ഒരു വൈറ്റോ റെഡോ ഒക്കെ ചേർത്ത് ചെയ്യണം. പിന്നെ ഈ കയ്യിൽ ചന്ദനം ഒട്ടിക്കണം. കാലിൽ എന്തെങ്കിലും ചെയ്യണം. ഇവിടെ എന്തെങ്കിലും ചെയ്യണം. ഇവിടെ കിരീടത്തിൽ എന്തെങ്കിലും ചെയ്യണം. മൊത്തത്തിലൊരു സുന്ദര കുട്ടപ്പനാണ്. ഈ ഗണപതിയാണ് ഞാൻ വിളക്ക് വെച്ച് പൂജിക്കുന്നത്. എൻ്റെ കുട്ടിക്കണപതി കേട്ടല്ല. കുട്ടിക്കണപതിയാണ് എൻ്റെ കുട്ടിക്കണപതി. അപ്പം രാവിലെ ഞാൻ ഇത് വർക്ക് കഴിഞ്ഞു കേട്ടല്ല. ഫിനിഷിങ് ആയി. എന്നാലും പിന്നെയും തുടച്ചു വാരാനുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ അടപ്പിലും കുറച്ചുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്നത്. എന്താ ഒരു മെസ്സേജ് എൻ്റെ ഭഗവാനെ. അപ്പോൾ രാവിലത്തെ പരിപാടി ഇതായിരുന്നു. കണ്ടില്ലേ, വിളക്കൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടിരിക്കണം. അവിടെ നിന്നാണ് കുട്ടിക്കണപതി എടുത്തുകൊണ്ട് വന്ന് ഞാൻ പെയിൻ്റ് അടിച്ചത്. ഇന്നലെ ഗ്ലാമർ പോരായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഗ്ലാമർ വെട്ടിച്ചിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് വിചാരിച്ചു. ഓക്കേ, പെയിൻ്റ് അടിച്ചപ്പോൾ ഈ ഗണപതി ചെറുതായി കേട്ടോ ഗീസ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരുമാതിരി വലുതായിട്ടിരുന്നു. പെയിൻ്റ് അടിച്ചപ്പോൾ കുഞ്ഞ് ഗണപതി ആയ പോലെ തോന്നുന്നു. പള്ളയിൽ ഇത് ഇവിടെ ശരിയാക്കിയോ? ഇവിടെ കണ്ടില്ലേ? ഇവിടെ ശകലം അവിടെ ഇത് ഈ പള്ളയിൽ ഫിനിഷൊക്കെ അല്ലേ?
ഇനി ഇത് ഫാനിട്ട് നമുക്ക് ഉണക്കിയെടുക്കണം. അല്ലാതെ ഈ മഴയല്ല, ഒരുമാതിരി മങ്ങലാണ്. വെയിലത്ത് വെച്ച് ഉണക്കാനോ അങ്ങനെ കാറ്റ് കിട്ടുമെന്നോ ഒന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ള കലാപരിപാടി ചെയ്യുക. എന്താണ് രാവിലെ ഇത്രയും വലിയൊരു മെസ്സേജ് വരാൻ? ഇൻസ്റ്റഗ്രാമിൽ പറപ്പറ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ആ ലെവലിൽ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് മെസ്സേജ് ആൾക്കാർ പ്രോഗ്രാം കണ്ടിട്ട് ഇടുന്നതാണ്, സന്തോഷമുള്ളൂ. പക്ഷേ നമ്മളത് ക്യാമറ ഓൺ ചെയ്ത് നേരെ മുതൽ ഇങ്ങനെ ഫ്രണ്ടിലെടുത്ത് കാണിച്ചു കൊണ്ടേയിരിക്കുന്നു. ഓക്കെ, ഇന്നലെ സിന്ദൂരം ചാർത്തിയതോളാവും കണ്ട കൂബി, ഇന്നലെ പുട്ടൊക്കെ ഇട്ട് ഇന്നത്തെ പൂജയിൽ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലേ ഞാൻ. ലക്ഷ്മി കടാശം പോലെയില്ലേ? എൻ്റെ മൂക്കുത്തി കമ്മലായി കടന്ന് വിളങ്ങുന്നത് കണ്ടോ? ഇനി ഇതേപോലത്തെ ഒരു മൂക്കുത്തി വേറെ വാങ്ങിക്കുന്നത്, ഇതേപോലത്തെ ഇതിൽ ചെറുത് വാങ്ങിക്കണം, എന്നാലേ എൻ്റെ മൂക്ക് കറക്റ്റായിട്ടെടുത്ത് കാണിക്കുള്ളൂ. അപ്പോൾ ഈ ഡയമണ്ടിനോട് ഇപ്പം താല്പര്യം കുറവാണ്. ഇതിനെ കൊടുത്തിട്ട് ഒരു വലിയ ഡയമണ്ട് ഇവിടെയും കുത്തണം, ഇവിടെ ഒരു റിങ് ഇടണമെന്നാണ് ആഗ്രഹം. അപ്പം ഈ ഫാനൊന്ന് ഓൺ ചെയ്യും, ഇത് ഉണങ്ങട്ടെ. ഇട് എവിടെയാണ്? അതൊക്കെ കൊടുത്തിരിക്കുകയാണ്. ഇത് എവിടെയാണ്? ഇത് ഓൺ ചെയ്തിരിക്കുകയാണല്ലോ, എന്നിട്ട് ഓഹോ, അവിടെയാണ് കൊടുക്കേണ്ടത്. വേണ്ട, ഈ ഫാനിട്ട് നമ്മളിങ്ങനെ ഉണങ്ങി. അപ്പം ദേവിക്കുട്ടീനെ ദേവിയുടെ പൊമ്മ ഞാൻ വേറെ ദിവസം പെയിൻ്റ് അടിക്കുന്നത് കാണിക്കുന്നതാണ്. അത് ഫുൾ ഗോൾഡാണ് കേട്ടോ. ഗോൾഡിലാണ് ഞാനത് പെയിൻറ്റിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യൂട്ടസൊക്കെ തേന്ന് ഇനി വേറെ വാങ്ങിക്കുന്നത് ലാക്മിയുടെ, ഇതൊക്കെ ഒരുപാട് നാളുകളായി. ഈ ക്യൂട്ടസിൻ്റെ കവറേജൊക്കെ വേറെ വാങ്ങിക്കണം. അപ്പം നമ്മൾ കെട്ടിക്കൊള്ളുമ്പതി നല്ലപോലെ ഇരുന്ന് ഉണങ്ങുകയാണ്. എൻ്റെ പൊന്ന് ഇൻസ്റ്റഗ്രാം ഫ്രണ്ട്സുകളെ ഒന്ന് മെസ്സേജ് അയക്കുന്നത് പ്ലീസ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ഇപ്പം 8 മണിയായി. മരുന്നൊക്കെ കഴിച്ചിട്ടൊന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. തടി കുറേൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ് കേട്ടോ. തടി കുറേൻ്റെ ഭാഗമായിട്ട് കിട്ടിയ ഒരു അൾസർ എന്ന് പറയുന്നത് കറക്റ്റ് ഫുഡ് കഴിച്ചില്ല. അൾസറുള്ളവരെന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം. ഫുഡ് ഞാൻ ഹെവി ഫുഡല്ല, ലൈറ്റായിട്ട് ഫുഡ് ഇങ്ങനെ കഴിച്ചോളൂ. ഒത്ത് കഴിക്കരുത്, ലൈറ്റായിട്ട് കുറേശ്ശെ ക്വാണ്ടിറ്റി കുറച്ച് എപ്പോഴും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുക. ഇതാണ് അൾസർക്കാർ കഴിക്കേണ്ട ഭക്ഷണം. അൾസർ എന്ന് പറയുമ്പോൾ നമ്മളെ വയറ്റിലുണ്ടാകുന്ന കുഞ്ഞിനെയാണ് അൾസർ എന്ന് പറയുന്നത്. ഫുഡ് കറക്റ്റ് കഴിക്കാതിരിക്കുക. നമ്മുടെ വയറ്റിന് നമ്മൾ ഇരകൾക്ക് കുടനെ കടിച്ച് പിഞ്ചാനുള്ള അവസരം കൊടുക്കാതിരിക്കുക. ഇരകൾക്ക് വിശപ്പെന്ന് തോന്നുന്ന സമയത്ത് പഴമാണെങ്കിലും ആപ്പിളാണെങ്കിലും ഓറഞ്ച് ആണെങ്കിലും എന്താണെങ്കിലും ഇങ്ങനെ ഫുഡ് ഇങ്ങനെ ഇടയ്ക്ക് കഴിക്കുക. അപ്പോഴും അൾസറുകാർക്ക് വേണ്ടിയുള്ളതാണ് ഞാനീ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വയറ് കറക്റ്റ് ലെവലിൽ, അല്ലെങ്കിൽ നമ്മുടെ വയറ് എന്ത് കഴിച്ചാലും വീർത്തിരിക്കും. അത് അൾസറിൻ്റെ കാര്യം. എൻ്റെ വീഡിയോയിൽ പലയിലും എൻ്റെ വയറിങ്ങനെ ഓവറായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരുന്നത് ഇതാണ്. അല്ലാതെ ഞാൻ വലിച്ചു പേര് കയറ്റിയിട്ടൊന്നുമല്ല. ഞാൻ മിതമായ രീതിയിലാണ് ഫുഡ് കഴിക്കുന്നത്. പക്ഷേ കറക്റ്റ് ഫുഡ് ഫോളോ ചെയ്യില്ലേ. കഴിക്കുമ്പോൾ അത് കഴിക്കും, എന്നിട്ട് പിന്നീട് പട്ടിണി ഇരിക്കുക എന്ന് പറഞ്ഞാൽ വയറിനെ കാലിയാക്കിയിടുക. കാലിയാക്കരുതെന്നാണ് പറയാം. കാലിയാക്കാണ്ട് ഇച്ചിരി കഴിക്കുക. അപ്പോഴേ നമ്മുടെ ശരീരത്തും പിടിക്കത്തുള്ളൂ, നമ്മുടെ വയറ്റിലും കൊഴുത്ത് കെട്ടാതിരിക്കുക. അപ്പോൾ നമ്മൾ എല്ലാവരും കഴിക്കും 3 നേരമല്ലേ ഫുഡ് കഴിക്കാൻ പാടുള്ളൂ. 3 നേരം ഒത്തു വലിച്ചു വാരി കയറ്റുന്നതല്ലേ. കുറേശ്ശെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വയറിനും നല്ലത്, ആരോഗ്യത്തിനും നല്ലത്. ഇതെല്ലാം അറിയാഞ്ഞിട്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്യുന്നത്. എൻ്റെ ശരീരം നോക്കാത്തത്.
കാരണം രാവിലെ ഉറക്കം ലേറ്റാകും, പിന്നെ ഫുഡ് ലേറ്റായി കഴിക്കൽ, പിന്നെ രാവിലെ കോഫി കഴിക്കൽ. കോഫിയൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കോഫി നമ്മുടെ ശരീരത്തിന് കോഫി ലെമണും നാരങ്ങ പിഴിഞ്ഞ് വെക്കുകയും കൂടെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ കുടൽ ക്ലീനാവും, സ്റ്റോണ് മാറി കിട്ടും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കോഫി, നാരങ്ങ, നെയ്യൊക്കെ. നെയ്യ് നാച്ചുറൽ നെയ്യ് ഉപയോഗിക്കണം കേട്ടോ. നെയ്യ് ഉപയോഗിച്ച് നമ്മൾ ഡെയിലി കോഫി കുടിക്കുകയാണെങ്കിൽ നമ്മൾ ചുണ്ടൊക്കെ ഉണ്ടല്ലോ സുന്ദരമാവും. നമുക്ക് ആ മീൻ മേടിച്ചാലോ? എന്താ മീനെ വേണം 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 അവിടെ മീൻ മേടിക്കാൻ പോകുവാനും. ഓക്കെ, ഞാൻ ഒരു ഇത് മേടിക്കട്ടെ. അതായത് ഇന്നലെ പോയിട്ട് മീനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഗൂഗിൾ പേ ചെയ്ത് മേടിക്കാനുള്ള പൈസ ഇതിലാണ് മീൻ വാങ്ങിക്കാൻ പോകുന്നത്. ആ മീൻകാരൻ വിളിക്കുന്നുണ്ട്. ഇത് മഴപ്പരത് കക്ക ഇറച്ചി തിന്നാ ദഹിക്കണ്ടേ? മഴ സമയത്ത് കക്ക ഇറച്ചി തിന്നാ ദഹിക്കണ്ടേ? കട്ടി കൂടിയ ഫുഡാണ്. എന്ത് കക്ക ഇറച്ചി വലുത്, സൂചിക്കൊള്ള ഉണ്ട്, കടൽപ്പുറ തരാ, മീൻ തരാ.